നിങ്ങൾ ബസ്സുകാർക്കെതിരാണില്ലേ? അതായത് നമ്മളൊക്കെ പ്രതികരിച്ചാൽ സമൂഹം പ്രതികരിച്ചാൽ സമൂഹമൊക്കെ ബസ്സുകാർക്കെതിരാണ് എന്നുള്ളതാണ്. അതായത് അവരുടെ ചെയ്തികൾ കൊണ്ട് സമൂഹം ഒന്നടങ്കം പ്രതികരിച്ചാൽ ഇവർ മനസ്സിലാക്കുന്നത് അതായത് ബസ്സുകാരെ ശത്രുക്കളാണ് സമൂഹം എന്നുള്ളതാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ഓട്ടോറിക്ഷക്കാരനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. ആ അക്രമകാരണമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് ഇടയാക്കിയത് എന്നും അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. മാത്രമല്ല അദ്ദേഹത്തെ ആക്രമിക്കുന്ന രംഗവും നമ്മൾ കണ്ടു. ഒരിക്കലും പൊതുസമൂഹം അത് അംഗീകരിക്കില്ല, സ്വാഭാവികമാണ്. അപ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. മാത്രമല്ല റോങ് സൈഡ് കയറി പോകുന്ന ടൈമില്ല എന്നും പറഞ്ഞ് പോകുന്നതിൽ ജീവൻ പൊലിയുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും മറ്റുമൊക്കെ പ്രതിഷേധം നമ്മൾ അറിയിച്ചു ചെയ്തു, ഇനിയും അറിയിക്കും. ആ സാഹചര്യത്തിൽ എന്നെ അറിയുന്ന കുറച്ച് ബസ്സിലെ ആളുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, സമൂഹത്തിന്റെ മുമ്പിൽ നടമാടിയ ഒരു വിഷയത്തിൽ സമൂഹം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കിക്കാണുക. യാസർ മാത്രമൊന്നുമല്ല, യാസർ ഇതേപോലെ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ കമന്റുകളിലൂടെ പ്രതികരിക്കുന്നു, വേറെ ഉള്ളവർ പീഡിയ കൊലയും ഇരുന്നു കൊണ്ടും ആ പ്രതിഷേധത്തെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇതൊന്നും ഒരു പൊതുസമൂഹം അംഗീകരിക്കൂലട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് നിരന്തരം, അതായത് വെറുതെ ഒരു കഴമ്പില്ലാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും സഫ്വാൻ മുത്തു എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊന്ന് വണ്ടി വിടുവോ ചങ്ങായി എന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സങ്കടകരം വരെ ഈ അവസ്ഥ ആലോചിച്ചും കണ്ടാണ്. ഇങ്ങനത്തെ എന്താ പറയാ, ആളുകൾക്ക് ഇതൊന്നും ഒരു ബോധമില്ല, നമ്മളൊക്കെ എന്തോ ഒരു പൊട്ടന്മാരാണെന്നുള്ള കോലത്തിൽ അയാൾ എനിക്ക് അയച്ചു തരികയാണേ. എന്താന്ന് വെച്ചാൽ ശരിക്കും ഇതൊക്കെ അയാളെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട വിഷയം കേട്ടോ. അയാൾ എനിക്ക് അയച്ചു തരികയാണ്. ഈ വോയിസ് ഒന്ന് കേട്ടോളിട്ടോ. ഇതാണ് സത്യാവസ്ഥ. മറ്റേ മലപ്പുറം SP ഓഫീസിൽ നിന്ന് SP വിട്ട വോയിസ് ആണിത്. ഇത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കി അപ്ലോഡ് ചെയ്യും. അതായത് മലപ്പുറം SP പറഞ്ഞിട്ടുള്ള വോയിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു തരുന്ന വോയിസ് ഏതങ്ങ് കേൾക്കണം. ഇത് SP വോയിസ് ഒന്നല്ല കേട്ടോ, കേട്ടോളിട്ടോ. ഇവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കൽ ഏത് കൊലത്തിലാണെന്ന്. നമസ്കാരം, മേദികുട്ടിയാക്കാണ്. ഈ മേലെ ഇട്ട പോസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും സത്യമല്ല. ഞാൻ മലപ്പുറം സ്റ്റേഷനിൽ ഞാനുണ്ട്, കുഞ്ഞിപ്പണ്ട്, ശ്രീജിത്തുണ്ട്, ഒരുപാട് ആളുടെ ഞങ്ങൾ തൊഴിലാളികള്. ഞാൻ കണ്ട് പ്രിയൻ സാറിന് ഓലെ പോയി കണ്ട് സംസാരിച്ചു. PTVന്റെ സെറ്റിക്കുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നേരത്തെ ഒരു ആക്സിഡന്റ് കേസിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മേദികുട്ടിയാക്കയാണെന്നും പറഞ്ഞു. മേദികുട്ടിയാക്കയാണോ നമ്മൾ SP? ഇനിയിപ്പോ ഒരു വിഷയത്തിൽ SP ഒക്കെ ഇങ്ങനെ ഈ രീതിയിലൊരു പ്രതികരണം നടത്തുമോ? ആലോചിച്ച് നോക്കി. എന്താ വകുപ്പ് നോക്കിയാണ്ട് ഇട്ടുകാണ്ട് അവരെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുക. ഇവര് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ചെങ്ങായി അയച്ചെന്ന വോയിസ് അത്. അപ്പൊ ഇവന്റെയൊക്കെ വിചാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊട്ടന്മാരാണ്, നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, നമ്മൾ ഇവരോട് എന്തോ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറണം. മാത്രമല്ല പിന്നെ പറയണെന്ന് വെച്ചാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ബസ്സുകാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്കും അറിയും. നിങ്ങൾ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് സർവീസ് നടത്തുന്നത് ഞങ്ങൾക്കറിയാം. പാവപ്പെട്ട ഈ പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും മറ്റു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് ധാരാളമായിട്ട് നടത്തുക. അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കി കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. അപ്പോൾ പിന്നെ എന്ന് വിചാരിച്ചും കണ്ട് നിങ്ങൾ ചെയ്യുന്ന മോശത്തരത്തിന് സമൂഹം അംഗീകരിക്കുമോ? ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ നാട്ടിൽ ഫിറോസ് കുന്നംപറമ്പ് മൂപ്പർ ഇതേപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. ഫിറോസ് കുന്നംപറമ്പിൻ്റെ നിന്ന് സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായി. നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, അയാൾ കുറേ ചാരിറ്റി ചെയ്താണല്ലോ, നന്മ ചെയ്താണല്ലോ, അപ്പോൾ പിന്നെ അയാളിൽ നിന്നൊരു ഇതേപോലെ ഒരു മോശത്തരം ഉണ്ടായത് നമുക്ക് ക്ഷമിക്കാന്ന് സമൂഹം കരുതും. എന്ത് മനോഭാവമാണ് നിങ്ങളടുത്തുള്ളത്? ഇത്തരം കാര്യങ്ങളായിട്ട് പേര് ഇതിനൊക്കെ ന്യായീകരിക്കുക. ഞാൻ ഇന്നിപ്പോൾ ഒരു പിന്നെ ബസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ കണ്ടു, ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വിഷയത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് ആ ആളെ അടിച്ചും ചവിട്ടിയതൊന്നും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ, അത് നിങ്ങളെ ബസ് അസോസിയേഷന്റെ നേതാവിനും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പത്ര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, അതൊന്നും ആരും അംഗീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് കണ്ട ഒരു വ്യക്തി അദ്ദേഹം പറയാണ്, ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫൈൻ അടിക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഒരു പത്രപ്രസ്താവനയെങ്കിലും ഇറക്കണ്ടേ? ഇത് മൗനമായി നിന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഒരാൾക്ക് പെറ്റി അടിച്ചു കൊടുക്കുന്നതും പിന്നെ നമുക്ക് അതിനെ പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ?
ഇല്ല. അതെന്താണ് കാരണം, ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പ്രതികരിക്കേണ്ട ആളുകൾ ആരാണ്? നിങ്ങളെ പിന്നെ എന്താ പറയാ, ഒരു സംഘടന ഉണ്ടല്ലോ നിങ്ങൾക്ക്, അവരിങ്ങളിരുന്ന് ഇങ്ങനെ പൈസ പിരിക്കാനും അവരുടെ ക്ഷേമനിധി മറ്റുള്ള സംഗതികൾ എന്ന് പറഞ്ഞ് വരിസംഖ്യ പിരിക്കാനും അല്ലാതെ നിങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്, അത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനാണ് സംഘടനകൾ. അപ്പൊ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതെ നമുക്കിത് ഊഹിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ സമൂഹം കാണുന്നത് എന്താണ്? ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ ചാരി ബസ് നിർത്തുന്നു, അയാൾ ഇറങ്ങി ചെല്ലുന്നതോട് കൂടി ഡോറ് തുറന്ന ഒരൊറ്റ ചവിട്ട. പിന്നീട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സംഗതികളൊക്കെ കണ്ടു. അത് കഴിഞ്ഞും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതിന് വാർത്ത വരികയാണ്, ആ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു. സമൂഹം എങ്ങനെ അംഗീകരിക്കേണ്ടത്? നിങ്ങൾ കിഡ്നി രോഗികൾക്ക് വേണ്ടി പിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദിനം പ്രതി നിങ്ങൾ സർവീസ് നടത്തുന്നതിലൂടെ ഒരുപാട് യാത്രക്കാർക്ക് അത് സുഖകരമാണ്, സൗകര്യമാണ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ അംഗീകരിക്കും. നിങ്ങൾ എവിടെയാണ്? നമുക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെപ്പോലെ തൊഴിലാളികൾ തന്നെയാണ്, അതിലൊരു സംശയമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. നിങ്ങളെ വിഷയങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും ഒക്കെ കൃത്യമായി നിങ്ങളുടെ പ്രയാസങ്ങളെ, സർക്കാരിൻ്റെ ബുദ്ധിമുട്ടാക്കലുകളെയൊക്കെ സമൂഹത്തിൽ തുറന്നു കാണിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. സമൂഹത്തെ നിങ്ങൾ ഒന്നടങ്കം ശത്രുക്കളാക്കിയിട്ട് അങ്ങനെ ചിത്രീകരിക്കൊന്നും വേണ്ട. നേരെ മറിച്ച് നിങ്ങളുടെ കൈകളിൽ നിന്നുണ്ടാകുന്ന ചില ചെയ്തികൾ, അത് യാത്രക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ അതിൽ അനുഭവിക്കുന്നുണ്ട്, അത് അങ്ങനെ അംഗീകരിക്കും. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വന്നിട്ട് ഇത് SP അങ്ങനെ പറഞ്ഞു, മറ്റോല് ഇങ്ങനെ പറഞ്ഞു. ഇന്നിപ്പോൾ ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ വെല്ലുവിളിച്ചു, അതേപോലെ തന്നെ ഒരു ബസ് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അയച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകൂ, അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കൂ. അതിന് നിങ്ങൾക്ക് അസോസിയേഷൻ അല്ലേ ഉണ്ട്. നിങ്ങളെ ബസ് തടഞ്ഞു നിർത്തി അത്തരത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ തെളിവുകൾ സഹിതം നിങ്ങൾ നിയമപാലകരെ സമീപിക്കൂ. ഞങ്ങൾക്ക് ഇങ്ങനെ സർവീസ് നടത്താൻ കഴിയുന്നില്ല. അല്ലാതെ ഓട്ടോറിക്ഷക്കാരൻ ആളെ കയറ്റി എന്ന് പറഞ്ഞിട്ട് അയാളെ ചവിട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അവരും തൊഴിലാളികളാണ്, ജോലി എടുക്കുന്ന ആളുകളാണ്, മനുഷ്യരാണ്. അതൊന്നും സമൂഹം അംഗീകരിക്കില്ല. അതിന് വന്ന് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്താ പറയുക, ഈ SP-ൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് മെയ്തീൻ കുട്ടിയാജി അല്ല ഞങ്ങളെ SP. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെയ്തീൻ കുട്ടിയാജി ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന ഇത്തരം ആളുകൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ അവനാ പൊട്ടനായാൽ പോരെ, മൊത്തം പൊട്ടന്മാരാണെന്ന് വിചാരിക്കണം. ഞാനോ പൊട്ടൻ, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കണം. ഇത്തരം വോയിസ് ഒന്നും അയച്ച് തരരുത്. പ്രത്യേകിച്ച് SP-ൻ്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ വോയിസൊക്കെ അയച്ച് ഇതൊക്കെ വേറെ ലെവലിൽ വന്നാണ്ടല്ലോ. അപ്പോൾ അതാ അയാൾ മെയ്തീൻ കുട്ടിയാക്കയാണെന്ന് പറയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും വേണ്ടത് എന്താ വെച്ചാൽ, ഇത് മലപ്പുറം SP-നെ വിളിച്ചിട്ട് ഇതാ നിങ്ങളെ പേരിൽ ഇതാ ഒരു വോയിസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട് അയച്ചു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇന്നലെ കൊടുക്കേണ്ട കംപ്ലൈൻ്റാണ്. നല്ലോണം കേസൊക്കെ കൊടുത്ത് പരിചയമുള്ള ആൾക്കാരനെയാണ് ഞങ്ങളൊക്കെ. സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ പറയുക മാത്രമൊന്നുമല്ല, കൃത്യമായി നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഈ ജില്ലൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു പോലീസ് മേധാവിൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അയച്ചു തരുന്ന അത്തരം ആളുകൾ അതൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല കാരണങ്ങളുണ്ടാവും, പല വിഷയങ്ങളും ഉണ്ടാവും. ഒരു പ്രസ്ഥാനമായിട്ട് ഒരു വണ്ടി പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്ന ആളുകളോട് തെറ്റിദ്ധരിപ്പിക്കുകയും അത്തരം നിങ്ങളാ മറ്റേ സ്വഭാവം ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വരുമ്പോൾ അത് വീണ്ടും രൂക്ഷമാകുള്ളൂ എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നിങ്ങളെ ഭീഷണിക്കോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഭീഷണിക്കോ ഒന്നും ഒരാളും ഇവിടെ അനീതിക്കെതിരെ ഉണ്ടാതെ നിൽക്കില്ല. അങ്ങനത്തെ ഒരു നാടുമല്ല നമ്മളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾ മനസ്സിലാക്കുക. ഇതൊക്കെ ശരിക്ക് SP-ൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ താങ്കളുടെ നമ്പറും എൻ്റെ അടുത്തുണ്ട്, താങ്കളുടെ ഇതും ഉണ്ട്. അപ്പോൾ ആ നിലക്ക് അത് വലിയ വിഷയമാകും എന്നുള്ളത് താങ്കളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പക്ഷേ താങ്കളുടെ മാനസിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം, അതായത് നിങ്ങൾ ചെയ്തതിനെ അംഗീകരിക്കും. അതിനൊരു നിർവാഹമല്ല മുത്തുമണി സഹോദര, അതിനൊരു നിർവാഹമല്ല ഈ വിഷയത്തിൽ പൊന്നു സഹോദര. അതിന് ഒറ്റ കാര്യമുള്ളൂ, നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് മാത്രമാണ്. നല്ല രീതിയിൽ സർവീസ് നടത്തി മുന്നോട്ട് പോയി കുടുംബം പോറ്റാനും, ആരെയും തച്ചു കൊല്ലാതെ, ആരെയും കൊലപാതകത്തിലൂടെ സങ്കടപ്പെട്ട് കുടുംബം നീക്കേണ്ടി വരുന്നൊരവസ്ഥയൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.